എൻ്റെ ഹൃദയം വേദനിക്കുന്നു. നിങ്ങൾ തന്ന സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും ബലത്തിലാണ് ഞാൻ ഈ കിരീടം സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് അതിനായി പോരാടി, പക്ഷേ പരാജയപ്പെട്ടു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളെല്ലാവരോടുമായി ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ആഫ്കോൺ ഫൈനലിലെ പെനാൽറ്റി മിസ്സിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ ബ്രാഹിം ഡിയാസ് പങ്കുവച്ച വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: 1976 ശേഷം ഒരു ആഫ്കോൺ കിരീടം സ്വപ്നം കണ്ട് സ്വന്തം മണ്ണിലിറങ്ങിയ മൊറോക്കോക്ക് ഇഞ്ചുറി സമയത്ത് പെനാൽറ്റി രൂപത്തിൽ അതിനൊരു അവസരമൊരുങ്ങി. പക്ഷെ ബ്രാഹിമിന്റെ പനങ്കയെ തടുത്തിട്ട് എഡ്വാർഡോ മെൻഡി ആ മോഹങ്ങളെ അന്ന് തല്ലിക്കെടുത്തി. പെനാൽറ്റികൾ കണക്കുകൾ അനുസരിച്ച് ഫുട്ബോളിൽ ഒരു താരത്തിന് ഗോൾ നേടാൻ സാധിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളിലൊന്ന്. വിവിധ പഠനങ്ങൾ പ്രകാരം ഒരു പെനാൽറ്റി കിക്ക് ഗോളാനുള്ള സാധ്യത 75 മുതൽ 80% വരെയാണ്. അതായത് എടുക്കുന്ന ഓരോ 5 കിക്കിലും 4 വലയിലെത്തുമെന്ന് സാരം. പക്ഷേ വെറും 12 വാര ദൂരത്ത് നിന്ന് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ചിലർക്ക് ലക്ഷ്യം പിഴക്കും. അത് ഒരു ഗോൾ നഷ്ടത്തിനപ്പുറം ചിലപ്പോൾ ഒരു ജനതയുടെ സ്വപ്നങ്ങളെ കൂടി ഇല്ലാതെയാക്കും. അത്തരം ചില പെനാൽറ്റി കഥകളിലൂടെ ഒന്ന് പോയി വരാം. പെനാൽറ്റി നഷ്ടങ്ങളുടെ ചരിത്ര പുസ്തകം എന്ന് തുറന്നാലും അതിലെ ആദ്യ അധ്യായം അയാളുടെ പേരിലാവും. ലോക ഫുട്ബോളിന്റെ കനക കിരീടം എടുത്തു വെക്കേണ്ട തലയിൽ പാപഭാരത്തിന്റെ മുൾക്കിരീടം എടുത്തണിഞ്ഞ അസൂറിപ്പടയുടെ വെള്ളാരങ്ങനുള്ള രാജകുമാരൻ റോബർട്ടോ ബാജിയോ. 1994 ലോകകപ്പ് ഫൈനലാണ് വേദി. കാലിഫോർണിയയിലെ റോസ് ബോൾ സ്റ്റേഡിയത്തിൽ ബ്രസീലും ഇറ്റലിയും അന്ന് ഇറങ്ങിയത് തങ്ങളുടെ 4ാം ലോക കിരീടം എന്ന ലക്ഷ്യത്തിൽ ഉറച്ചാണ്. ദുങ്കക്ക് കീഴിലിറങ്ങിയ കാനറിപ്പട ഫീൽഡ് ഗോളിൽ വിജയിക്കുമെന്നായിരുന്നു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രവചനം. പക്ഷേ ഇറ്റാലിയൻ നായകൻ ഫ്രാങ്കോ ബരാസി നയിക്കുന്ന ഇറ്റാലിയൻ ഡിഫൻസ് സകല ശ്രമങ്ങളും ചെറുത്തതോടെ ഗോൾ രഹിതമായ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ആദ്യം കിക്കെടുത്തത് ഇറ്റലിയാണ്, അതും നായകൻ ഫ്രാങ്കോ ബരാസി തന്നെ. പക്ഷേ ക്രോസ് ബാറിന് മുകളിലൂടെ ഉയർന്നു പറന്ന കിക്ക് അസൂറികളെ പ്രതിരോധത്തിലാക്കി. പിന്നാലെ ബ്രസീലിന്റെ മാർസിയോ സാന്റോസ് എടുത്ത ആദ്യ കിക്ക് ഇറ്റാലിയൻ ഗോൾ കീപ്പർ തടുത്തിട്ടതോടെ ഇരുവരും ഒപ്പത്തിനൊപ്പമായി. ഇറ്റലിക്കായി 4ാം കിക്കെടുത്തത് ഡാനിയൽ മസാറോയാണ്. പോസ്റ്റിന്റെ ഇടതുമൂലയിൽ അടിച്ചിടാനുള്ള താരത്തിന്റെ ശ്രമം പക്ഷേ ചെന്നവസാനിച്ചത് ക്ലോഡിയോ ടഫേരലിന്റെ കൈകളിലാണ്. പിന്നാലെ കാനറി നായകൻ ദുങ്ക ഗോളടിക്കുക കൂടി ചെയ്തതോടെ 5ാം കിക്കിനായി വന്ന ബാജിയോയിൽ സമ്മർദ്ദമേറി. ഒരേ ഒരു കിക്ക് വലയിലെത്തിയാൽ കിരീട സാധ്യതകൾ സജീവമാക്കാം, പിഴച്ചാൽ തലതാഴ്ത്തി മടങ്ങാം. സെമിയിലെ 2 ഗോളുകൾ ഉൾപ്പെടെ ടൂർണമെന്റിലാകെ 5 ഗോൾ നേടിയ ബാജിയോക്ക് മേൽ ഒരു ജനതയുടെ മുഴുവൻ കിരീടമോഹത്തിന്റെ ഭാരം കൂടി ഉണ്ടായിരുന്നു. പെനാൽറ്റി സ്പോട്ടിൽ പന്തുവച്ച് പിന്നോട്ട് നടന്ന ഓരോ അടിയിലും അയാൾ തന്റെ ലക്ഷ്യസ്ഥാനം മനസ്സിലുറപ്പിച്ചു. പിന്നെ സർവത്ര കരുത്തിൽ പന്തിലേക്ക് പാഞ്ഞെടുത്ത് കിക്കെടുത്തു. ക്ലോഡിയോ ടഫേരൽ ഇടത്തേക്ക് ചാടി. പക്ഷേ ഇറ്റലിയുടെ കിരീടമോഹങ്ങൾ പേറിയ പന്ത് ക്രോസ് ബാറിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പറന്നു. ടച്ച് ലൈന് വെളിയിൽ നിന്നും ബ്രസീലിയൻ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഓടി. പിഴക്കരുതെന്ന് ഉറപ്പിച്ചെടുത്ത കിക്ക് പുറത്തേക്ക് പറന്നകന്നത് വിശ്വസിക്കാനാവാതെ ബാജിയോ അരക്കെട്ടിൽ കൈയും വെച്ച് അവിടെ തന്നെ നിന്നു. കണ്ടുനിന്ന ഏതൊരു ഫുട്ബോൾ ആരാധകന്റെയും ഉള്ളിലൊരു നീറ്റൽ സമ്മാനിച്ച ഒരു നിൽപ്പ്. കാനറികൾ തങ്ങളുടെ മഞ്ഞ കുപ്പായത്തിൽ 4ാം നക്ഷത്രം തുന്നിച്ചേർക്കുമ്പോൾ റോബർട്ടോ ബാജിയോ എന്ന 27-കാരൻ ഇറ്റലിയുടെ ദുരന്ത നായകനായി പത്രകോളങ്ങളിൽ ഇടം പിടിച്ചു. ഒപ്പം മറ്റൊരു തലക്കെട്ടും: ദ മാൻ ഹൂ ഡൈഡ് സ്റ്റാൻഡിങ്, നിന്ന നിൽപ്പിൽ മരണപ്പെട്ട വ്യക്തി. ഒരുപക്ഷെ ബാജിയോക്ക് ശേഷം ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഒരു പെനാൽറ്റി അത്രമേൽ ചർച്ചയായിട്ടുണ്ടെങ്കിൽ അത് 2016 2016 കോപ്പ അമേരിക്ക സെന്റനാരിയോയുടെ ഫൈനലിൽ. സൗത്ത് അമേരിക്കൻ ഫുട്ബോളിന്റെ 100ാം വാർഷികം, സൗത്ത് അമേരിക്കക്ക് പുറത്ത് നടക്കുന്ന ആദ്യ കോപ്പ ടൂർണമെന്റ്. അമേരിക്ക വേദിയായ ആ എഡിഷന് അങ്ങനെ പല സവിശേഷതകളും ഉണ്ടായിരുന്നു. തുടർച്ചയായ 2 വർഷങ്ങളിൽ കോപ്പ അമേരിക്ക നടക്കുന്നതും അന്ന് ആദ്യമായിരുന്നു. ഫൈനലിൽ എത്തിയത് അർജന്റീനയും ചിലിയും. 2015 ഫൈനലിന്റെ ഒരു റീക്യാപ്പ്. അന്ന് സ്വന്തം മണ്ണിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ചിലി കിരീടമുയർത്തുമ്പോൾ അർജന്റീനൻ നിരയിൽ ഗോൾ നേടിയത് മെസ്സി മാത്രമായിരുന്നു. 2016 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഫൈനലിന് ഇറങ്ങുമ്പോൾ ആ ഓർമ്മകൾ അയാൾക്കുള്ളിലുണ്ടായിരുന്നു. മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുന്നു. വീണ്ടും ഒരു പെനാൽറ്റി പരീക്ഷണത്തിന് മെസ്സിയും സംഘവും തയ്യാറായി. അർത്തൂറോ വിദാലിന്റെ ആദ്യ കിക്ക് തടുത്തിട്ട് ഗോൾ കീപ്പർ സെർജിയോ റൊമേറോ അർജന്റീനക്ക് മത്സരത്തിൽ ഒരു മേൽക്കൈ നേടിക്കൊടുക്കുന്നു. പിന്നാലെ കിക്കെടുക്കാൻ മെസ്സി എത്തി. ദേശീയ ടീമിനൊപ്പമുള്ള 11 വർഷത്തിനിടെ അതുവരെ മെസ്സിക്ക് ഒരു കിരീടം നേടാനായിരുന്നില്ല. 2014 ലോകകപ്പിലും 2015 കോപ്പ അമേരിക്കയിലും നിർഭാഗ്യത്തിന് നേർത്ത വര അയാൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ ഫൈനലിൽ തലതാഴ്ത്തി മടങ്ങാനായിരുന്നു വിധി. തുടർച്ചയായ 3ാം വർഷവും ഒരു ഫൈനൽ. ദേശീയ കുപ്പായത്തിലെ തന്റെ ആദ്യ കിരീടത്തിലേക്കെന്ന് ഉറപ്പിച്ച് മെസ്സി എടുത്ത കിക്ക് പക്ഷേ വലയിലെത്തിയില്ല. ഗാലറിയിൽ കളി കണ്ടു നിന്ന കാണികൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വാ പൊളിച്ചു നിന്നു. സ്റ്റേഡിയത്തിലെ ബിഗ് സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കണ്ട് അവരെ ഉറപ്പിച്ചു: അതെ, മെസ്സിക്ക് പിഴച്ചിരിക്കുന്നു. ഒരിക്കലും പിഴക്കില്ലെന്ന് അവർ ഉറപ്പിച്ച ഇടങ്കാലിന് പക്ഷേ അന്ന് പന്ത് ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. ദുഃഖഭാരത്താൽ മുഖം പൊത്തി മെസ്സി തിരികെ നടക്കുമ്പോൾ സഹതാരങ്ങളും ഗാലറിയും അയാൾക്ക് വേണ്ടി കൈയടികൾ മുഴക്കി. ഷൂട്ടൌട്ട് പിന്നെയും തുടർന്നു. അർജന്റീനയ്ക്കായി 4ാം കിക്കെടുത്ത ലൂക്കാസ് ബിഗിലിയുടെ ഷോട്ട് ക്ലോഡിയോ ബ്രാവോ വലത്തേക്ക് ചാടി തടുത്തിരുന്നു. ക്യാമറ മെസ്സിക്ക് നേരെ തിരിയുമ്പോൾ ജേഴ്സി കൊണ്ട് മുഖം പൊത്തിയിരിക്കുകയായിരുന്നു താരം. വീണ്ടും ഒരു കിരീടം കൂടി കൺമുന്നിൽ നഷ്ടമാവുന്നു എന്ന യാഥാർത്ഥ്യം അയാൾ പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. റൊമേറോയെ ഇടത്തേക്ക് പായിച്ച് നിക്കോളാസ് കാസ്റ്റിയ പന്ത് വലതുമൂലയിലേക്ക് അടിച്ചിട്ടതോടെ അർജന്റീൻ താരങ്ങളുടെ കണ്ണുകൾ കണ്ണീര് കൊണ്ട് നിറഞ്ഞു. ഗ്രൗണ്ടിന്റെ ഒരറ്റത്ത് ചിലി കിരീട നേട്ടം ആഘോഷിക്കുമ്പോൾ മറുതലക്കിൽ തലയിൽ കൈവച്ച് മെസ്സി അങ്ങനെ നിന്നു. മെഡൽ ദാന ചടങ്ങിൽ പൊട്ടിക്കരഞ്ഞ മെസ്സിയെ ആശ്വസിപ്പിക്കാൻ സഹതാരങ്ങൾ നന്നായി പാടുപെട്ടു. പിന്നാലെ താരം ദേശീയ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു.
ഫുട്ബോൾ ലോകത്തെ ആകെ പിടിച്ചുലുക്കിയ ഒരു പ്രഖ്യാപനം. തുടർന്ന് നീണ്ട സമവായ ചർച്ചകൾക്കൊടുവിൽ തീരുമാനം പിൻവലിച്ച് ഫുട്ബോളിലേക്ക് തിരിച്ചെത്തിയ മെസ്സി ഇന്ന് ആരാലും തൊടാനാവാത്ത ഉയരങ്ങളിൽ ഫുട്ബോളിന്റെ കനകസിംഹാസനം വലിച്ചിട്ടിരിക്കുകയാണ്. 2012 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അലിയൻസ് അരീനയിലെ 60,000-ൽ പരം കാണികളെ സാക്ഷിയാക്കി ബയേൺ മ്യൂണിക് ചെൽസിക്കെതിരെ കളിക്കാൻ ഇറങ്ങി. 10 വർഷമായി തങ്ങളുടെ ഷെൽഫിലെത്താത്ത കിരീടം സ്വന്തം മൈതാനത്ത് നേടുക എന്നതായിരുന്നു ബയേണിന്റെ ലക്ഷ്യം. എന്നാൽ ക്ലബ്ബ് ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം കിനാവ് കണ്ടാണ് റോബർട്ടോ ഡി മാറ്റിയോ തന്റെ ചെൽസി ടീമുമായി ജർമ്മനിയിലേക്ക് വണ്ടി കയറിയത്. മത്സരം തുടങ്ങി. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം ഇരു ടീമിനും നിരവധി അവസരങ്ങൾ ലഭിച്ചു. 83-ാം മിനിറ്റിൽ തോമസ് മുള്ളറിലൂടെ ബയേൺ മുന്നിലെത്തി. ഗാലറിക്കത് ആഘോഷവേളയായിരുന്നു. ഒരു ദശാബ്ദത്തിനിപ്പുറം യൂറോപ്യൻ കിരീടം തങ്ങളുടെ ഷെൽഫിലെത്തുന്നുവെന്ന ചിന്ത അവരിൽ ഉദിച്ചു. പക്ഷേ അതിന് 5 മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 88-ാം മിനിറ്റിൽ ദിദിർ ദ്രോഗ്ബയുടെ ഗോളിൽ ചെൽസി ഒപ്പമെത്തി. അതോടെ കളി അധിക സമയത്തേക്ക് നീങ്ങി. എക്സ്ട്രാ ടൈമിന്റെ 3-ാം മിനിറ്റിൽ ബയേൺ അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കുന്നു. ബോക്സിൽ ഫ്രാങ്ക് റിബറിയെ ദിദിർ ദ്രോഗ്ബ ഫൗൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു റഫറിയുടെ തീരുമാനം. കിക്ക് എടുക്കാൻ എത്തിയത് ആര്യൻ റോബൻ എന്ന ഡച്ച് വിംഗർ, അക്കാലത്തെ ബയേണിന്റെ വിശ്വസ്തരിൽ ഒരാളായ താരം. ഗോളടിച്ച് മത്സരത്തിലെ ലീഡും കിരീടവും സ്വന്തമാക്കാൻ അയാൾക്ക് മുന്നിൽ ഒരു അവസരം വീണ് കിട്ടി. പക്ഷേ റോബന്റെ ഇടങ്കാലം കിക്ക് പീറ്റർ ചെക്കിനെ കീഴ്പ്പെടുത്താൻ പോകുന്നതായിരുന്നില്ല. സുവർണാവസരം നഷ്ടമായ ദുഃഖത്തിൽ റോബന്റെ മുഖം വിളറിച്ചു വന്നു. പിന്നീട് ഗോളുകളൊന്നും പിറക്കാതെ വന്നതോടെ മത്സരം പെനാൽറ്റിയിലേക്ക് നീങ്ങി. ഷൂട്ടൌട്ട് നടക്കുന്നത് ബയേൺ ആരാധകരുടെ മുന്നിൽ. ലാമിന്റെ ഗോളിൽ മുന്നിലെത്തിയ ബയേണിന് മാറ്റയുടെ ഷോട്ട് സേവ് ചെയ്ത് മാനുവൽ ന്യൂയർ അഡ്വാൻറ്റേജ് നൽകുന്നു. എന്നാൽ പിന്നാലെ എത്തിയ ക്ലോസേക്കും സ്വൈൻസ്റ്റീഗറും പിഴച്ചതോടെ കിരീടം ചെൽസി ലണ്ടനിലേക്ക് കൊണ്ടുപോയി. എക്സ്ട്രാ ടൈമിലെ പെനാൽറ്റി നഷ്ടത്തിന്റെ നോവ് മനസ്സിൽ കൊണ്ടു നടന്ന റോബൻ തൊട്ടടുത്ത വർഷം അതങ്ങ് തീർത്തു. ബദ്ധവൈരികളായ ഡോർട്ട്മുണ്ടിനെതിരെ വെംബ്ലിയിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 89-ാം മിനിറ്റിൽ ഒരു വിജയ ഗോൾ. 2006 ലോകകപ്പ് ഫൈനലിൽ ഡേവിഡ് ട്രെസ്കറ്റ്, 2008 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ജോൺ ടെറിയും അനൽക്കയും, 16 ചാമ്പ്യൻസ് ലീഗിൽ യുവാൻ ഫ്രാൻ, 21 യൂറോയിൽ റാഷ്ഫോർഡും സാൻജോയും ബുക്കായോ സാക്കയും, 22 ലോകകപ്പിൽ അർലൈൻ ഷോമനിയും കിങ്സ്ലി കോമാനും. വീരനായകരാവേണ്ടിയിരുന്നവർക്ക് ദുരന്ത നായകരുടെ കുപ്പായം തയ്ച്ചു നൽകിയ പെനാൽറ്റി കഥകൾ അങ്ങനെ ഒരുപാടുണ്ട്. ഇവയിൽ നിങ്ങൾ ഏറ്റവും ഓർക്കുന്ന കഥ ഏതാണ്? അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ.